ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഫ്രൈഡേ മാർക്കറ്റിലേക്കാണ്. ഇവിടെ ഡൽഹിയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇവിടെ കുറേ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. മൺഡേ മാർക്കറ്റ്, വെനസ്ഡേ മാർക്കറ്റ്, ഫ്രൈഡേ മാർക്കറ്റ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ മാർക്കറ്റിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെജിറ്റബിൾസ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് വെജിറ്റബിൾസ് കിട്ടും. നമ്മൾ വില വെച്ച് മേടിക്കണം. അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നോക്കി ഓരോ കടയിലായിട്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിന്ന് മേടിക്കണം, അതാണ് ഒരു ടാസ്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. കീർത്തനയും ദിവ്യയും അങ്ങനെ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചു. അവരും ഇതുപോലെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മളൊരു കുഞ്ഞൊരു കേക്കിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. അവിടെ നല്ല ഭംഗിയായിട്ട് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയൊരു പീസ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ട്രഫിൾ കേക്കായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നോർമൽ കേക്കായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അഞ്ജനയും ട്രൈ ചെയ്ത് നോക്കി. അവൾക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളത് കഴിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നടന്നു പോയപ്പോഴത്തേക്കും നമ്മളവിടെ ഒരു സ്ട്രോബെറിയുടെ ഒരു കട കണ്ടു. അവിടെയാണെങ്കിൽ സ്ട്രോബെറിയുടെ സെക്ഷനിൽ മാത്രം പ്രത്യേക ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഞങ്ങൾ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ട്രോബെറി ഒക്കെ മേടിച്ച് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. നല്ല തിരക്കാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മേടിക്കണം, എങ്ങനെ മേടിക്കണം, എവിടെയാണ് ഒരു പിടിയും കാണത്തില്ല. സ്ഥലം അറിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ തന്നെ കിടന്ന് നട്ടം തിരിയും. അങ്ങനെ എല്ലാ സാധനങ്ങളും, ഒരു വീട്ടിലേക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു മാർക്കറ്റിൽ കിട്ടും. ഡ്രസ്സ്, ചെരുപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് ഐറ്റംസ്, പിന്നെ പാത്രങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഒരു മാർക്കറ്റിൽ കിട്ടും. നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ മേടിച്ച് എൻ്റെ കൈയൊക്കെ ഒടിഞ്ഞ് അത്രയ്ക്ക് വെയിറ്റ് ആയിരുന്നു. അങ്ങനെ ഞാനും അഞ്ചനും കൂടെ നേരെ നമ്മൾ ചൗമീൻ കടയിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അവിടെ നമ്മൾ നേരെ കയറിയിട്ട് അവിടുത്തെ മെനു ഒക്കെ നോക്കി നമ്മൾ അവിടെ നിന്ന് ഒരു മോമോസും അതുപോലെ തന്നെ പെപ്സിയാണ് ഓർഡർ ചെയ്തത്. മെനു ഒക്കെ ഫുള്ള് നമ്മൾ നോക്കും. പക്ഷേ നമുക്കൊരു ഐഡിയ കാണും എന്ത് വേണം കഴിക്കാനുള്ളത്. നമ്മൾ ആദ്യമേ അത് സെറ്റ് ചെയ്തിട്ടായിരിക്കും കടയിൽ പറഞ്ഞത്. എന്നാലും നമ്മൾ ആ ഒരു മെനു കാർഡ് എടുത്ത് വെച്ച് നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കാണില്ല. അങ്ങനെ നമ്മളെന്തായാലും നമ്മുടെ മോമോസൊക്കെ വന്നു. പെപ്സി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് മോമോസ് ആയിരുന്നു. ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചേക്കാളും ക്വാണ്ടിറ്റി ആയിരുന്നു. അഞ്ജനയുടെ ഫേവറേറ്റ് സാധനമാണ്. അതാണ് അവളുടെ മുഖത്ത് ആ ഒരു ചിരി കണ്ടത്. അങ്ങനെ ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് അത്ര ഫേവറേറ്റ് ഒന്നുമല്ല, എന്നാലും ഞാൻ കഴിക്കും. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ ആൾ അഞ്ജനയായതുകൊണ്ട് അവൾ എന്തായാലും ഇത് കഴിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾ കഴിച്ചു നോക്കി, അവൾക്കും ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല ഒരു കടയായിരുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡായി. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ഉറങ്ങിയാൽ മതി എന്നുള്ള ഇതിലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫ്രൈഡേ മാർക്കറ്റിന് ടാറ്റ ബൈ ബൈ പറഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയുള്ള